ചേട്ടാ, ഇവിടെ ഈ വാഹനാപകടങ്ങൾ സ്ഥിരമായി നടക്കുന്ന ഒരു രീതിയുണ്ടോ? അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഞാൻ ഇത് കണ്ട് അറിഞ്ഞു വന്നതാണ്. ഇതാണ് സൈത്ത്. എങ്ങനെയാണ് ഇവിടെ അപകടം? ഇവിടെ സ്ഥിരമായിട്ട് അപകടം തന്നെയാണ്, സ്ഥിരമായി. കാരണം ഈ റോഡിൽ ഒന്നാമത്തെ അശാസ്ത്രീയമായ നിർമ്മാണം, പിന്നെ അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ എപ്പോഴും, ഇന്നലെ തന്നെ ഒരു ഇന്നോവയും ഒരു കാറുമായിട്ട് കൂട്ടിയിടിച്ചു. അതിനെ കുറച്ച് ദിവസം മുമ്പ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി രണ്ടുപേര്, പിന്നെ ഒരു അമ്മയും മകനും മരിച്ചു, തിരുവനന്തപുരം സ്വദേശിയായിട്ട്. അങ്ങനെ സ്ഥിരം അപകട മേഖല. അപകടം ഉണ്ടാകുന്ന റീച്ചാണ്. അതെ അതെ, തീർച്ചയായും. കാരണം പ്രത്യേകിച്ച് ഒരു മഴയോ മഴച്ചാട്ടിലോ ഉണ്ടെങ്കിൽ വാഹനം പിന്നെ തെന്നി മാറി എപ്പോഴും സ്പ്രെഡ് ആവുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ രാത്രി വെളിച്ചം ഉണ്ടോ? കാരണം ഈ റോഡിന്റെ പണി ഇപ്പൊ നടന്നു വരുന്നതേ ഉള്ളൂ. വെളിച്ചവും മറ്റു ഭാഗങ്ങളൊന്നും ആയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഇതിന്റെ നിർമ്മാണം ഇങ്ങനെ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ലൈറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ, സൈൻ ബോർഡുകളൊന്നുമില്ല. സൈൻ ബോർഡുകളെ അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകളോ ഒന്നുമില്ല. അതൊക്കെ സ്ഥാപിച്ചു വരുന്നതേ ഉള്ളൂ. ഇന്നലെ തന്നെ ഈ അപകടത്തിൽപ്പെട്ടവർ 4 കിലോമീറ്ററോ മറ്റോ സഞ്ചരിച്ചാൽ അവരുടെ വീടെത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്, ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററോളം അടുത്താണ്. ഉറങ്ങിപ്പോയതായിരിക്കാമെന്നാണ്, അതിനാവാനാണ് സാധ്യത. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ. അങ്ങനെ പരിഗണിക്കുമ്പോൾ എന്താണ് ഇവിടെ ഈ അപകടങ്ങൾ നടക്കുന്നത് പതിവാണ്? ഇവിടെ എപ്പോഴും അപകടം തന്നെ സംഭവിക്കുന്ന സ്ഥലമാണ്. ഇവിടെ സൈൻ ബോർഡൊക്കെ ഇവിടെ ഒരു തരത്തിലും ഇവിടെ സൈൻ ബോർഡോ ഒരു കാര്യങ്ങളോ ഇവിടെ ഇല്ല. അപ്പം ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് ഈ മൂവാറ്റുപുഴ പുല്ലൂർ റോഡ് ഈ ഭാഗത്ത് വണ്ടികൾ വളരെ സ്പീഡില്ല. ഒരു ജസ്റ്റ് സ്പീഡ് കുറയ്ക്കുന്ന രീതിയിൽ ഒരു സൈൻ ബോർഡോ ഒന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അതൊക്കെ അധികാരികൾ ശബരിമലയിലൊക്കെ പോകാൻ അയ്യപ്പന്മാർ സാധാരണ എപ്പോഴും ഏത് സമയം ഈ റോഡ് തന്നെയാണ് ആശ്രയിക്കുന്നത്. ശബരിമലയ്ക്ക് പോകാനും ഒക്കെ ആയിട്ട് ഏത് സമയം ഈ റോഡ് തന്നെയാണ് ആശ്രയിക്കുന്നത്. അത് ഇവിടെ ഒരു സൈൻ ബോർഡോ കാര്യങ്ങളോ ഒക്കെ ഒന്നും നിർമ്മിച്ച് വെച്ചിരുന്നത് ഇത്രയും പേര് 4 പേരിപ്പം പോകാൻ. കാരണം ഇപ്പം തന്നെ ആ ഭാഗം ഇവിടുന്ന് വണ്ടി കാണത്തില്ല. ആ ഭാഗത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം വളവ്. അങ്ങനെ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഒരു തീരുമാനത്തിൽ എത്തണം. ഇത് പെട്ടെന്ന് തന്നെ, അല്ല എത്ര ജീവനാ പോകുന്നത്. തീർച്ചയായും സത്യം, നമ്മൾ ഒരു കാര്യം കൂടി കാണേണ്ടത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി മന്ത്രി KV ഗണേഷ് കുമാർ അദ്ദേഹം എത്ര തവണയാണ് മാധ്യമങ്ങളെ കണ്ടത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പിശകായോ അല്ലെങ്കിൽ ആ നിലയ്ക്കോ അല്ല ഇതിനെ പറയുന്നത്. പക്ഷേ ഒരു മന്ത്രിക്ക് തുടരെ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയുമായിരുന്ന ഒരു നിലയുണ്ട്. അവിടെ എങ്ങനെ അപകടങ്ങൾ കുറയ്ക്കാം എന്നതാണ്. നാറ്റ്പാക്കിന്റെയൊക്കെ കണക്ക് പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും അപകടങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായാണ് മനസ്സിലാക്കുന്നത്. 2021 കണക്കാണ് ഏറ്റവും ഒടുവിലായി നാറ്റ്പാക്കിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. അതിൽ NH-ഉം അതോടൊപ്പം തന്നെ MC റോഡുകളും വേർതിരിച്ച് ഉള്ള MC റോഡിലെയും NH-ലെയും അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ വേർതിരിച്ചുള്ള കണക്കുകൾ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ മരണനിരക്ക് നോക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയിൽ വരുമ്പോൾ അവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചില പരിശോധനകൾ നടത്തിയത്. തിരുവനന്തപുരത്തുള്ള ചില റോഡുകളിലാണ്. അതിൽ ആറ്റിങ്ങൽ, മംഗലപുരം, അങ്ങനെയുള്ള കല്ലമ്പലം പോലുള്ള പ്രദേശങ്ങളിൽ 50-ന് മേൽ മരണമാണ് ഓരോ മേഖലകളിലും നടക്കുന്നത്. 50-ന് മുകളിലേക്കാണ് മരണസംഖ്യ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നെയ്യാറ്റിൻകരയൊക്കെ പോയിരുന്നു, പാറശാല പരിശോധിക്കൽ ആ മേഖലയിൽ പോയിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ അവിടെ നടക്കുന്നത് 20 വരെ. വിനോദ്, ഗണേഷ് കുമാർ അല്പസമയം മുമ്പ് ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞ കാര്യം, രാത്രിയിൽ ഉറങ്ങിപ്പോകുന്നത് അപകടകരമാകുന്നു. മാത്രമല്ല അദ്ദേഹം തന്നെയാണ് ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് റോഡ് ഡിസൈൻ ഉണ്ടാക്കുന്ന ദേശീയപാത അതോറിറ്റിയുടെ സംവിധാനം തന്നെ, അവരുടെ രീതി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കാര്യം അദ്ദേഹം പറഞ്ഞതാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇത്രയധികം അപകടങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന പരിശോധനയ്ക്ക് വേണ്ടി യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി നമ്മൾ ആരംഭിച്ച ഈ ലൈവത്തോൺ ദിനത്തിൽ തന്നെ ഇത്തരമൊരു അപകടമുണ്ടാകുമ്പോൾ നമ്മുടെ ക്യാമ്പയിന്റെ പ്രസക്തി തന്നെ വർദ്ധിക്കുകയാണ്. യാത്രക്കാർ കൂടുതൽ ജാഗരൂകരമാവുക, നമ്മുടെ പൊതുനിരത്തുകൾ അപകടത്തുരുത്താവുകയാണ്. 2020-ലെയും 2021-ലെയും കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 100-ലധികം ബ്ലാക്ക് സ്പോട്ടുകൾ കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് നാറ്റ്പാക്കിന്റെ തന്നെ റിപ്പോർട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ